സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയ വിശ്വാസിനികളെ, പടച്ചറബ് നാം ഒന്നും ആവശ്യപ്പെടാതെ തന്നെ ഈ ലോകത്തേക്ക് നമ്മെ സൃഷ്ടിച്ചവനായ ആ പടച്ചറബ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്നതെല്ലാം സൗകര്യപ്പെടുത്തി തന്ന ആ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ അഖില മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ചറബ് നാം ഏവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഇബാദുർ റഹ്മാനിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു മനുഷ്യനും ഒരു കർമ്മം പ്രവർത്തിക്കുമ്പോൾ അവർക്കൊരു ലക്ഷ്യമുണ്ടാകും. നമ്മുടെ പള്ളിയുടെ പരിസരത്ത് കൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേയിലൂടെ കടന്നു പോകുന്ന നിരവധി വാഹനങ്ങൾ വെറുതെ ഒരു നേരം പോക്കിന് ആ ഹൈവേയിലൂടെ വാഹനങ്ങൾ യാത്ര ചെയ്യുകയല്ല. ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലുള്ള എയർപോർട്ടുകളിൽ നിന്ന് പറന്നുയരുന്ന വിമാനങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ ചിലവഴിച്ചുകൊണ്ട് ആകാശ സീമകളിലൂടെ പറന്നുയരുന്ന വിമാനങ്ങൾ അത് വെറുതെ പറക്കുകയല്ല. അതിലെ യാത്രക്കാരൊരു നേരം പോക്കിനു വേണ്ടി യാത്ര ചെയ്യുന്നവരുമല്ല. അവർക്കൊക്കെയും ഒരു ലക്ഷ്യമുണ്ട്. ഒരു വിദ്യാർത്ഥി ഒരു യൂണിവേഴ്സിറ്റിയിലോ ഒരു കോഴ്സിനോ ചേരുമ്പോൾ അവനൊരു ലക്ഷ്യമുണ്ട്. ആറ്റിങ്ങൽ ടൗണിൽ ഒരു 5 സെന്റ് സ്ഥലം വാങ്ങിയിട്ട് അവിടെ ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ വെറുതെ ഒരു കാണുന്നതിന് വേണ്ടി, ഒരു സൗന്ദര്യത്തിന് വേണ്ടി, ഒരു നേരം പോക്കിന് വേണ്ടിയിട്ടല്ല. അതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? നാം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്? ഈ ലോകത്ത് ഒരുപാട് മനുഷ്യർ രോഗങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ട് അവർ ഈ ലോകത്ത് കഴിഞ്ഞുകൂടുന്നു. ചില മനുഷ്യർ കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള മനുഷ്യർ, ആഹ്ലാദത്തിൽ മതിമറന്നവർ ഈ ലോകത്ത് ജീവിക്കുന്നു. ചില മനുഷ്യർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വല്ലാതെ പ്രയാസപ്പെടുമ്പോ, ചില മനുഷ്യർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി 1000-ഉം 10,000-ഉം ചിലവഴിക്കുന്നവരുണ്ട്. നമ്മളിങ്ങനെ ഈ ലോകത്ത് ഇങ്ങനെ ജീവിക്കുകയാണ്. ഈ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് സഹോദരങ്ങളെ? 10-27 വർഷക്കാലം ഗൾഫിൽ പണിയെടുത്തിരുന്ന ഒരു ചെറുപ്പക്കാരൻ ചെറിയ വേദനകൾ അനുഭവപ്പെട്ടിട്ട് ദുബൈയിലുള്ള ഹോസ്പിറ്റലുകളിൽ ചെക്കപ്പ് നടത്തിയപ്പോൾ ക്യാൻസർ രോഗമാണെന്ന് തിരിച്ചറിഞ്ഞു. തിരുവനന്തപുരം RCCയിൽ വന്ന് വേണ്ടുന്ന ചികിത്സകൾ നടത്തിയിട്ട് വീട്ടിൽ വിശാലമായ സംവിധാനങ്ങളൊക്കെ നാട്ടിലുണ്ടായിട്ടും തിരുവനന്തപുരം ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ആ ചെറിയ പരിമിതമായ റൂമിൻ്റെ ഉള്ളിൽ രോഗങ്ങളും വേദനകളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ മുൻപോട്ട് പോകുന്നത്, ആ മനുഷ്യന്റെ ജീവിതത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട്.
എന്നാൽ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് ഈ ജീവിതത്തിൽ വിജയിച്ചവർ ആരാണ്? പലപ്പോഴും നമ്മുടെ സംസാരത്തിൽ സാധാരണ വരാറുണ്ട്, നമ്മുടെ അബ്ദുള്ള സാഹിബിന്റെ മൂത്ത മകൻ ദുബൈയിൽ പോയിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ അവനുണ്ട്, നമ്മുടെ നഗരഹൃദയത്തിൽ കാണുന്ന പല കോംപ്ലക്സുകളും അവനുള്ളതാണ്, അവൻ രക്ഷപ്പെട്ടു, അവൻ വിജയിച്ചു എന്നൊക്കെ നമ്മുടെ സംസാരത്തിൽ നമ്മൾ പറയാറുണ്ട്. ജീവിതത്തിൽ വിജയിച്ച ഒരു മനുഷ്യനാണെന്ന് പലപ്പോഴും പലരെ ചൂണ്ടിക്കൊണ്ടും പറയാറുണ്ട്. എന്നാൽ യഥാർത്ഥ വിജയി ആരാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു ആലി ഇമ്രാനിന്റെ 185-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ആത്യന്തികമായ വിജയം നേടിയവർ ആരാണ് എന്ന്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഓരോ മനുഷ്യരും, ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരൊക്കെയും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു പറഞ്ഞിട്ട് പടച്ച റബ്ബ് പറയുകയാണ്, വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. ഈ ലോകത്ത് പ്രവർത്തിക്കുന്ന നന്മയാകട്ടെ തിന്മയാകട്ടെ, ഈ ലോകത്ത് ഒരു മനുഷ്യൻ ജീവിക്കുന്ന നല്ല ജീവിതമാകട്ടെ, അല്ല നിരവധി കുഞ്ഞുങ്ങളെ ജീവനോടുകൂടി കുഴിച്ചു മൂടപ്പെടുന്ന ക്രൂരനായ മനുഷ്യനാകട്ടെ, ഇവിടെ പടച്ച റബ്ബനെ കാണുന്നുണ്ട് എന്ന് പേടിച്ചുകൊണ്ട് ഹറാമുകളിൽ നിന്ന് മാറി പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു മുത്തഖിയായ മനുഷ്യനാകട്ടെ, അവർക്കൊക്കെയും പ്രതിഫലം നൽകുന്നത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. ഈ ചെയ്ത സൽക്കർമ്മങ്ങൾക്കും ഈ ചെയ്തു കൂട്ടിയ ദുഷ്കർമ്മങ്ങൾക്കും ഇതിനെല്ലാം പ്രതിഫലം നൽകുന്ന ഒരു ലോകമെന്ന് പറയുന്നത് യൗമൽ ഖിയാമ, പുനരുത്ഥാന നാളിലാണ്. ഇവിടെ ആരാണ് യഥാർത്ഥ വിജയി എന്ന് അല്ലാഹു പറയുകയാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആ വിചാരണയുടെ നാളിൽ, ആ യൗമൽ ഖിയാമയിൽ അല്ലാഹു ചില മനുഷ്യരെ നരകത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും വഉദ്ഖിലൽ ജന്ന, അല്ലാഹു അവരെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യും. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയി. ജീവിതത്തിൽ വിജയിച്ചവൻ എന്ന് പറയുന്നത് നാളെ പരലോകത്ത് നരകത്തിൽ നിന്ന് മോക്ഷം തേടി സ്വർഗത്തിലേക്ക് എത്തപ്പെട്ട മനുഷ്യനാണ് ഏറ്റവും വലിയ വിജയി. ഈ ലോകത്ത് പല ശതകോടീശ്വരന്മാരും, നമ്മളൊക്കെ 2 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ സുഖ സംവിധാനങ്ങളുമുള്ള ഒരു ശതകോടീശ്വരനായ ബിസിനസ്മാൻ, അദ്ദേഹത്തിന്റെ സ്വന്തം ഹെലികോപ്റ്റർ പോലും അദ്ദേഹത്തിന് നിർഭയത്വം നൽകുന്നില്ല. ആകാശ സീമകളിലേക്ക് പറന്നുയർന്ന ആ ഹെലികോപ്റ്റർ വലിയൊരു തെങ്ങിൻ തോപ്പിലേക്ക് അത് താഴേക്കിടിച്ചു വീണ വാർത്ത, ആ മനുഷ്യൻ യൂസുഫ് അലി രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ നമുക്കൊരു വലിയ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, ഒരു ബോധനം നൽകുന്നുണ്ട്. ഇവിടെ എത്ര കോടികളും ലക്ഷങ്ങളും ഉണ്ട് എങ്കിലും ഇവിടെ ഒന്നും ശാശ്വതമല്ല. ഇവിടുത്തെ വിജയവും ഇവിടുത്തെ ശാന്തിയും ഇവിടുത്തെ ധനവും സമ്പാദ്യങ്ങളൊന്നും നമുക്ക് സമാധാനം പകർന്നു നൽകുന്നതല്ല. അല്ലാഹു പറയുകയാണ്, നാളെ പരലോകത്ത് അല്ലാഹു നരകത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും അല്ലാഹു സ്വർഗം നൽകുകയും ചെയ്തവനാണ് ഏറ്റവും വലിയ വിജയി. ഇവിടെ സമ്പത്തോ അധികാരമോ അല്ലെങ്കിൽ സൗന്ദര്യമോ ഒക്കെ ഉണ്ട് എങ്കിൽ ഈ ലോകത്ത് താൽക്കാലികമായ ഒരു സുഖമുണ്ടാകും. എന്നാൽ ആത്യന്തികമായ അനശ്വരമായ ആഹ്ലാദത്തിന്റെയും സന്തോഷത്തിന്റെയും ഗേഹം അല്ലാഹുവിന്റെ സ്വർഗമാണ്. ആ സ്വർഗം നേടിയവനാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫഖദ് ഫാസ്, അവനാണ് ഏറ്റവും വലിയ വിജയി. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ, എന്തിനു വേണ്ടിയിട്ടാണ് അല്ലാഹു ആ സ്വർഗം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? പടച്ച റബ്ബ്
നമ്മുടെയൊക്കെ മനസ്സിന്റെ ആഗ്രഹവും സ്വപ്നങ്ങളും എല്ലാം അള്ളാഹുവിന്റെ സ്വർഗമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു ആ സ്വർഗം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, വസാരിഊ, നിങ്ങൾ ധൃതിയാകണേ. പല കാര്യങ്ങളിലും അള്ളാഹു പറഞ്ഞത് നിങ്ങൾ സമാധാനത്തോടെ ആലോചനാശേഷിയോടുകൂടിയാണ് നിങ്ങൾ പല കാര്യങ്ങളിലേക്കും കടക്കേണ്ടത്. ഇവിടെ അള്ളാഹു പറഞ്ഞത് വസാരിഊ, നിങ്ങൾ ധൃതിയാകണം. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അള്ളാഹുവിന്റെ സ്വർഗം നേടിയെടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും റബ്ബിനോട് നാം പശ്ചാത്തപിക്കണം. ഏത് നിമിഷമാണ് മരണപ്പെട്ടു പോകുന്നതെന്ന് അറിയില്ല. അടുത്ത വെള്ളിയാഴ്ച ഇതുപോലെ ജുമുഅ നമസ്കാരത്തിന് നമ്മുടെ ഭൗതിക ശരീരം നമ്മുടെ മഹല്ലിന്റെ പള്ളിപ്പറമ്പിലേക്ക് കബറടക്കം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിയാകണം. പ്രവാചകന്മാരല്ല, മനുഷ്യരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്ന ഒരുപാട് പാപങ്ങൾ, ഒരു സഹോദരൻ വർഷങ്ങൾ കൊണ്ട് എനിക്കറിയില്ലായിരുന്നു, ഞാൻ ഖബറുകളോട് മരിച്ചുപോയ മഹാന്മാരോടും പ്രവാചകന്മാരോടും എൻ്റെ സങ്കടങ്ങളും ആവലാദികളും പറഞ്ഞുകൊണ്ട് ഏർവാടിയിലും അജ്മീറിലുമൊക്കെ ഞാൻ എത്ര പോകുമായിരുന്നു. ഈ അടുത്ത കാലം വരെ മീലാദു ഷരീഫ് ഞാൻ ആഘോഷിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം ഞാൻ കഴിക്കുകയും ചെയ്യുമായിരുന്നു. വിശുദ്ധ ഖുർആനുമായിട്ട് ഞാൻ എടുത്തപ്പോഴാണ്, പുരോഹിതന്മാരുടെ മതം അങ്ങോട്ട് മാറ്റിവെച്ച് പ്രവാചകന്മാർ നമുക്ക് പറഞ്ഞു തന്ന ആ മതം ഉൾക്കൊണ്ടപ്പോഴാണ് അള്ളാഹു ആരാണെന്ന് എനിക്ക് മനസ്സിലായത്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലായത്. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ ആഴ്ചയിൽ പോലും കേരളത്തിലെ 70% വരുന്ന മുസ്ലിമീങ്ങൾ ആഹ്ലാദത്തിലും ആഘോഷത്തിമർപ്പിലും മനുഷ്യർ ആറാടുമ്പോ അള്ളാഹുവിന്റെ റസൂല് ഈ ലോകത്ത് നിന്ന് യാത്ര പോയ റബീഉൽ അവ്വൽ 12 അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും വലിയൊരു ദുരന്തമായിരുന്ന ആ റസൂലിനെ സ്നേഹിച്ചിരുന്ന സ്വഹാബത്ത് ഹൃദയം തകർന്നുപോയ ഒരു ദിനമായിരുന്നു റബീഉൽ അവ്വൽ 12. അവിടെ എങ്ങനെയാണ് പായസവും, നമ്മുടെ തൊട്ടടുത്ത മഹല്ലിൽ പോലും അവിടുത്തെ വാർത്താ ചാനലുകളിൽ പറഞ്ഞത് 40 കിൻഡൽ അരിയാണ്, അതിന്റെ ചോറാണ് ഞങ്ങളുടെ മസ്ജിദിൽ നിന്ന് വിതരണം ചെയ്തത്. ഇതിലെവിടെയാണ് പ്രവാചക മാതൃക? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും ഖൈറുൽ ഖുറൂനി ഖർനി, നൂറ്റാണ്ടുകളിൽ വെച്ച് ഏറ്റവും നല്ല നൂറ്റാണ്ട് അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന ആ മധുരമുള്ള ഒരു കാലം. റസൂൽ തന്റെ സ്വഹാബത്തിനെ കാണാൻ കഴിയുന്ന, തന്റെ സ്വഹാബത്തിന് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ആ അദൃശ്യമായ ലോകത്ത് നിന്ന് വരുന്ന വിശുദ്ധ ഖുർആനിന്റെ ആ വചനങ്ങൾ തന്റെ അനുചരന്മാർ കോതിക്കൊടുത്ത ഏറ്റവും സുഗന്ധപൂർണമായ ആ കാലം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അടുത്ത നൂറ്റാണ്ടാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അടുത്ത നൂറ്റാണ്ടാണ്. ഈ 300 വർഷക്കാലം അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തോ താബിഈങ്ങളോ തബഉ താബിഈങ്ങളോ ഒരിക്കലും ആചരിച്ചിട്ടില്ലാത്ത ഈ റബീഉൽ അവ്വൽ 12ന്റെ ഈ കാണുന്ന മീലാദു ഷരീഫ്, പ്രിയമുള്ളവരെ, എവിടെ നിന്നാണ് കടന്നു വന്നത്? ഇസ്ലാമിനെ തകർക്കുവാൻ വേണ്ടി സർവ പദ്ധതികളും ആവിഷ്കരിച്ച ഷിയായിസത്തിന്റെ വക്താക്കളാണ് ഇസ്ലാമിലേക്ക് ഇത്തരം ആഘോഷങ്ങൾ കടത്തിക്കൂട്ടി പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ ലക്ഷ്യം വെച്ച്, അള്ളാഹുവിന്റെ സ്വർഗം ലക്ഷ്യം വെച്ച് ആ പ്രവാചകന്റെ മാതൃകകളിൽ ജീവിച്ചിരുന്ന ആ യഥാർത്ഥ മനുഷ്യരെ സത്യത്തിൽ നിന്ന് അടർത്തി മാറ്റുവാൻ ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞത്, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, ആ റബ്ബിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുക, ആ റബ്ബിലേക്ക് നിങ്ങൾ പൊറുക്കലിനെ തേടുക. വജന്നത്തിൻ,
അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക്. എത്രയാണ് ആ സ്വർഗത്തിന്റെ വിശാലത? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ആകാശഭൂമികളോളം വിശാലമായ, ആകാശഭൂമികളെക്കാളേറെ വിശാലമായ ആ സ്വർഗത്തിലേക്ക്, ആ സ്വർഗം ലഭിക്കാനുള്ള എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾ നേടിയെടുക്കുക. നരകത്തിൽ നിന്നകത്തുന്ന എന്തെല്ലാം തിന്മകളുണ്ടോ അതിൽ നിന്നെല്ലാം നിങ്ങൾ മാറി നിൽക്കുക. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുകയാണ്, ഇതാർക്കു വേണ്ടിയിട്ടാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? ഇത് തയ്യാർ ചെയ്തിരിക്കുന്നത്, ഇതിനെ സജ്ജമാക്കിയിരിക്കുന്നത് ലിൽ മുത്തഖീൻ, അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ മാനിച്ചുകൊണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ പ്രവാചകൻ എന്തൊക്കെയാണോ നമുക്ക് കാണിച്ചു തന്നത് അതൊക്കെയും ജീവിതത്തിൽ നന്മകളായി പകർത്തുകയും പ്രവാചകൻ എന്തേ അരുത് എന്ന് പറഞ്ഞത് അതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയും ചെയ്യുന്ന ആ മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് അള്ളാഹുവിന്റെ സ്വർഗം. ഒരു വിശ്വാസിയുടെ ഹൃദയത്തിന്റെ ആഹ്ലാദവും ആനന്ദവും സ്വപ്നവും പ്രതീക്ഷയുമാണ് അള്ളാഹുവിന്റെ സ്വർഗം. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടിട്ടില്ല. മരണമാസന്നമാകുന്ന സമയത്ത് പോലും നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സഹോദരനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു, ഓക്സിജന്റെ നില താഴോട്ടേക്ക് വരുന്നുണ്ട്. 50ന്റെ താഴോട്ടേക്ക് എത്തി അയാൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മരണം അയാളിലേക്ക് സംഭവിക്കുമ്പോഴും സൂറത്തുൽ ഫജ്റിന്റെ 27-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ഹേ സമാധാനമടഞ്ഞ ആത്മാവിന്റെ ഉടമസ്ഥനായ മനുഷ്യ, ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഒരുപാട് രോഗങ്ങളും പരീക്ഷണങ്ങളൊക്കെ വന്നു. ഈ ലോകത്ത് ഒരുപാട് വേദനകൾ അയാൾ സഹിച്ചു. ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടായി. റബ്ബിനെ അയാൾ പഴി പറഞ്ഞിട്ടില്ല. റബ്ബിന്റെ വിധിയിൽ അയാൾ അസംതൃപ്തനായിട്ടില്ല. റബ്ബ് വലിയ അനുഗ്രഹങ്ങളൊന്നും അയാൾക്ക് നൽകിയിട്ടില്ല. ഈ ലോകത്ത് വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളൊന്നും അയാൾ കഴിച്ചിട്ടില്ല. ഒരു ഫുട്പാത്ത് കച്ചവടക്കാരനായിക്കൊണ്ട് ശക്തമായ വെയിലിൽ അയാൾ ആടി ഉലഞ്ഞ് ജീവിച്ചു. പക്ഷേ ആ മനുഷ്യൻ മരണപ്പെടുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ആ ഹൃദയത്തിന്റെ അകത്തളങ്ങൾ അല്ലാഹുവിന്റെ വിധിവിലക്കുകളിൽ സംതൃപ്തനായി അവൻ നൽകിയതിൽ സംതൃപ്തിയോടുകൂടി ജീവിച്ച ആത്മാവിന്റെ ഉടമസ്ഥനായ മനുഷ്യ, നീ അല്ലാഹുവിന്റെ തൃപ്തിയിലേക്കും പടച്ചവന്റെ പൊരുത്തത്തിലേക്കും മടങ്ങുക. സഹോദരങ്ങളെ, ഈ ലോക ജീവിതത്തിന്റെ ഒരു വലിയ ലക്ഷ്യം അല്ലാഹുവിന്റെ തൃപ്തി നേടലാണ്. ഇവിടുത്തെ ഭൂരിപക്ഷത്തിന്റെ സംതൃപ്തി നേടലല്ല, ഭൂരിപക്ഷത്തിന്റെ കയ്യടി നേടലല്ല. നമ്മുടെ ആത്മാവ് വേർപെടുമ്പോ നാം ഒറ്റയ്ക്കാകുന്ന ഒരു ലോകമുണ്ട്. നമ്മെ കൊണ്ട് കബറടക്കം ചെയ്ത് അവസാനത്തെ പലകയും വെച്ച് നമ്മുടെ കുടുംബാംഗങ്ങൾ ആ ഖബർസ്ഥാനിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ ആ ഖബർ മുതൽ തുടങ്ങുന്ന ജീവിതം നമുക്ക് ആഹ്ലാദം നിറഞ്ഞതാകണം. ആ ആഹ്ലാദത്തിന്റെ വർത്തമാനമാണ് അല്ലാഹു പറയുന്നത്, ഫദ്ഖുലീ ഫീ ഇബാദി, എന്റെ ദാസന്മാരുടെ കൂടെ ആത്മാവെ നീ പ്രവേശിച്ചു കൊള്ളുക. എവിടേക്കാണ്? വദ്ഖുലീ ജന്നതി, എന്റെ സ്വർഗത്തിൽ. ഹറാമുകളിൽ നിന്ന് നീ മാറി നിന്ന വ്യക്തിയാണ്. നിന്നോടൊപ്പമുള്ള പലരും ഹെൽത്ത് ഇൻഷുറൻസ് എന്തെങ്കിലും ഒരു രോഗം വരുമ്പോ ഹോസ്പിറ്റലിൽ 10 ലക്ഷം രൂപയായാൽ ഞാനൊരു ഇൻഷുറൻസ് എടുത്തു വെച്ചാൽ എനിക്കത് ഉപകാരപ്പെടും. അല്ലാഹുവും അവന്റെ റസൂലും അരുതേ എന്ന് പറഞ്ഞോ? എനിക്ക് എത്ര ലക്ഷം രൂപയായാലും ഇല്ലെങ്കിൽ ഞാൻ സർക്കാർ ഹോസ്പിറ്റലിലേക്ക് പോയി ചികിത്സ നടത്തും. പക്ഷേ അല്ലാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ടോ? ഞാനത് ഉപയോഗിക്കുകയില്ല. മകന്റെ വിവാഹത്തിന് 15 ലക്ഷം രൂപയുടെ കാറ് കൊടുക്കാമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് വേണ്ട, പടച്ചവൻ അരുതേ എന്ന് പറഞ്ഞതാണ്. സ്ത്രീധര വിവാഹങ്ങളുമായി ബന്ധപ്പെടാത്തത് അല്ലാഹുവിന്റെ സ്വർഗം മോഹിച്ചുകൊണ്ടാണ്. അല്ലാഹു പറയുകയാണ്, വദ്ഖുലീ ജന്നതി, എന്റെ സ്വർഗത്തിലേക്ക് നീ പ്രവേശിച്ചു കൊള്ളുക.
അള്ളാഹു ഈ സ്വർഗം സജ്ജമാക്കി, ഈ ലോകത്ത് സങ്കടങ്ങളും സന്തോഷവും ഒക്കെ നൽകി, ഈ ലോകത്തെ 800 കോടി മനുഷ്യരെയും തീറ്റിപ്പോറ്റുന്ന ആ റബ്ബ് എന്താണ് ഈ ലോക ജീവിതം കൊണ്ട് റബ്ബ് ഉദ്ദേശിക്കുന്നത്? ഈ മനുഷ്യ ജീവിതം കൊണ്ട്, ഈ താൽക്കാലികമായ 50-60 വർഷത്തെ ജീവിതം കൊണ്ട് സഹോദരങ്ങളെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുവർഗത്തെയും അല്ലാഹു സൃഷ്ടിച്ചത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. നമ്മുടെ മനസ്സിൽ അല്ലാഹു അല്ലാതെ ഒരു പ്രവാചകന്മാരും ഒരു വലിയും ഒരു പരദൈവങ്ങളും ഇല്ലാതെ ഏകരായ റബ്ബിനെ എങ്ങനെയാണ് ആരാധിക്കണമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ തന്നെ അനുചരന്മാർക്ക് പകർന്നു കൊടുത്ത ആ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ആ റബ്ബിനെ ഇബാദത്ത് ചെയ്ത് അല്ലാഹുവിന്റെ പ്രീതിയും അവന്റെ പൊരുത്തവും നേടുവാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചിരുന്നത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, ഖുത്ബയുടെ ആമുഖമായി ഞാൻ ഓതി വെച്ച സൂറ ആലി ഇംറാനിന്റെ 185-ാമത്തെ വചനത്തിന്റെ അവസാനത്തെ ഒരു പീസ് ഉണ്ട് പ്രിയമുള്ളവരെ. അല്ലാഹു പറയുകയാണ്, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. റബ്ബിനെ സൂക്ഷിച്ച് ഹറാമുകളിൽ നിന്ന് മാറി, തെറ്റായ കാര്യങ്ങളിൽ നിന്ന് മാറി, സൂക്ഷ്മതയോടുകൂടി നമ്മൾ ജീവിക്കുമ്പോ ഈ ലോക ജീവിതത്തിലെ പലതും നമുക്ക് കൗതുകമായി തോന്നും. പല തെറ്റായ കാര്യങ്ങളിലേക്കും പോകാൻ നമ്മുടെ ഹൃദയം നമ്മെ പ്രലോഭിപ്പിക്കും. അല്ലാഹു പറയുകയാണ്, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. വിശ്വാസികളെ, ഈ ലോകം വഞ്ചനയുടെ ചരക്കാണ്. ഞാൻ ഖുതുബയുടെ ആമുഖമായി പറഞ്ഞത്, ഈ ലോകത്തൊന്നും തേടണ്ടല്ല, ഒരു ഭൗതികമായ കാര്യങ്ങളിലേക്കും തേടരുതേ എന്നല്ല. ഈ ലോകത്ത് നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഈ ലോകത്ത് നമ്മൾ കച്ചവടം ചെയ്യുമ്പോഴും, നമ്മുടെ മകനെ MBBS ഒരു അഡ്മിഷൻ കിട്ടി ഒരു കോളേജിലേക്ക് കൊണ്ടുപോകുമ്പോഴും, ഒരു വലിയ ഫ്ലാറ്റ് സമുച്ചയം പണിയാൻ നാം അടിത്തറയിടുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിനൊരു ലക്ഷ്യമുണ്ട്. ഈ ലോകത്ത് എന്തൊക്കെയോ നേടിയെടുക്കലല്ല, നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ഒരു ലക്ഷ്യം നാം ഒരിക്കലും മറന്നു പോകരുത്. ഒരു മഹാപണ്ഡിതൻ ഈ ഭൗതികമായ ലോകത്തിന്റെ ഉദാഹരണം അദ്ദേഹം ഒരു കഥയിലൂടെ നമ്മെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ ഒരു ഹിംസ്ര ജന്തുവിനെ കണ്ട് വിരണ്ടോടുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതിവേഗത്തിൽ ഓടുമ്പോ ആ മനുഷ്യൻ ഒരു പൊട്ടക്കിണറിലേക്ക് വീണുപോകുന്നു. അതിനിടയിലൂടെ ഒരു വലിയ വൃക്ഷത്തിന്റെ വേര് ഈ കിണറിന്റെ ഇടയിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ വേരിലേക്ക് പിടികിട്ടി. ആ വേരിൽ അയാൾ പിടിച്ചു നിൽക്കുകയാണ്. നോക്കുമ്പോ ആ പൊട്ടക്കിണറിന്റെ ഉള്ളിൽ വിഷജീവികളുണ്ട്. മേളിൽ വാ പിളർന്നു നിൽക്കുന്ന ആ ഹിംസ്ര ജന്തുവുമുണ്ട്. അയാൾ നോക്കുകയാണ്, ഞാൻ പിടിച്ചിരിക്കുന്ന ആ വൃക്ഷത്തിന്റെ വേരുകൾ ദൃഢമുള്ളതാണോ? ആ വൃക്ഷത്തിന്റെ ആ വേരുകളുടെ ഇടയിൽ ഒരു കറുത്ത എലിയും ഒരു വെളുത്ത എലിയും അതിൻ്റെ വേരുകൾ ഇങ്ങനെ മാന്തിപ്പറിക്കുന്നുണ്ട്. ആ വേരുകളിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോ മേളിൽ നിന്ന് ഏതോ ഒരു വലിയ വൃക്ഷത്തിന്റെ മേളിൽ നിന്ന് ഒരു തേനീച്ചയുടെ കൂട്ടിൽ നിന്ന് ഒരു തുള്ളി തേൻ തുള്ളി അയാളുടെ നാവിലേക്ക് ഇങ്ങനെ വീഴുകയാണ്. അയാൾ ചുണ്ടുകൊണ്ട് അയാളുടെ വായുടെ ഉള്ളിലേക്ക് മധുരം ആസ്വദിച്ചു. വീണ്ടും അടുത്ത തുള്ളിക്ക് വേണ്ടി അയാൾ കാത്തിരിക്കുകയാണ്. വീണ്ടും അടുത്ത തുള്ളി, ആ തേൻ തുള്ളി ആ മനുഷ്യന്റെ നാവിലേക്ക് വന്ന് വീഴുകയാണ്. അത് ആസ്വദിക്കുകയാണ്. ആസ്വാദനത്തിന്റെ ഇടയിൽ വാ പിളർന്നു നിൽക്കുന്ന മേളിൽ ആ ഹിംസ്ര ജന്തുവിനെയും ആ വേരുകൾ തകർന്ന് താഴോട്ട് പോയാൽ ആ വിഷജീവികളെയും എല്ലാം അയാൾ മറന്നു. അയാളുടെ വേര് കറുത്തതും വെളുത്തതുമായ 2 എലികൾ അതിൻ്റെ വേരുകൾ മാന്തി പിളർക്കുന്നുണ്ട്. ആ പണ്ഡിതൻ എന്നിട്ട് ഓർമ്മിപ്പിച്ചു, ആ ഹിംസ്ര ജന്തുവിൽ നിന്ന് ഓടുന്നത് നമ്മുടെ ജീവിതമാണ്. ജീവിതത്തിന്റെ ആയുസ്സും ദിവസങ്ങളും അതിവേഗത്തിൽ ഓടുകയാണ്.
ആ വൃക്ഷത്തിന്റെ വേരുകൾ കറുത്തതും വെളുത്തതുമായ 2 എലികൾ അതിന്റെ വേരുകൾ ഇങ്ങനെ മാന്തി പിളർക്കുന്നു എന്ന് പറഞ്ഞത്, ഓരോ രാത്രികളും പകലുകളും നമ്മളിൽ നിന്ന് നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം അത് വീണ്ടും വീണ്ടും രോഗങ്ങളിലേക്ക്, ഓരോ ദിവസവും ഖബറെന്ന സ്റ്റോപ്പിലേക്ക്, അഥവാ ആ വലിയ അഗാധഗർത്തമായ ആ കിണറിലേക്ക്, ആ ഖബറിലേക്ക് നാം പോകേണ്ട ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും നാം മറന്നുപോകും. ആ മറവി ഉണ്ടാകാതിരിക്കാനാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞത്, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ഭൗതികമായ ജീവിതം അത് വഞ്ചനയുടെ ചരക്കാണ്. സഹോദരങ്ങളെ, വിശ്വാസികളെ, നാം ആലോചിച്ചു നോക്കുക. ഈ ലോക ജീവിതം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഒരു സത്യവിശ്വാസിയുടെ, ഒരു മുഅ്മിനിന്റെ, എൻ്റെ ഉമ്മത്തികളുടെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് 60ന്റെയോ 70ന്റെയോ ഇടയിലാണ് അവരുടെ ആയുസ്. 60ാമത്തെ വയസ്സിലേക്ക് എത്താൻ പോകുന്ന വ്യക്തിക്കും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ആ ഫുൾ സ്റ്റോപ്പിലേക്ക് ഞാൻ എത്താറായി എന്ന ആ ഒരു ബോധം വരുന്നില്ല സഹോദരങ്ങളെ. തുച്ഛമായ ഒരു ദിവസമാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, പടച്ച റബ്ബ് നമ്മളോട് ചോദിക്കുന്നത്, ഖാല കം ലബിസ്തും ഫിൽ അർളി, ഭൂമിയിൽ എത്ര നാൾ ജീവിച്ചു? കുറേയധികം നാൾ തിരുവനന്തപുരം സിറ്റിയിലെ, ആ തിരുവനന്തപുരത്തെ ആറ്റിങ്ങലിൽ നീ ജീവിച്ചുവല്ലോ. കച്ചവടം ചെയ്ത് ഉദ്യോഗത്തിലായി നീ കുറേയധികം കാലം ജീവിച്ചുവല്ലോ. എത്ര നാൾ നീ ജീവിച്ചു? ഖാലൂ ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം. പരലോകത്തെത്തുമ്പോ ഈ ലോക ജീവിതത്തെ കുറിച്ച് അയാൾക്ക് ആകെ മനസ്സിലാകുന്നത് ഒരു ദിവസമോ അതിന്റെ പകലോ. നമ്മൾ പലപ്പോഴും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഉച്ചയുറക്കം, ഒരു അരമണിക്കൂർ ഉറങ്ങി, ഒരു ദിവസമോ അതിന്റെ പകലോ ഈ തിരുവനന്തപുരം സിറ്റിയിൽ ഞാൻ ജീവിച്ചതുപോലെ എനിക്ക് തോന്നുന്നു. ഫസ്അലിൽ ആദ്ദീൻ, കൃത്യമായി കണക്കറിയുന്നവരോട്, കണക്കാക്കുന്നവരോട് അതൊന്ന് ചോദിക്കുക. അപ്പോൾ അല്ലാഹു പറയുകയാണ്, ഖാല ഇൻ ലബിസ്തും, നീ ലോകത്ത് ജീവിച്ചത്, ഈ ദുനിയാവിൽ ജീവിച്ചത്, ഇല്ല ഖലീല, വളരെ കുറഞ്ഞ സമയമാണ്. ലൗ അന്നകും കുന്തും തഅലമൂൻ, നീ അതിനെക്കുറിച്ച് അറിയുമായിരുന്നുവെങ്കിൽ. എൻ്റെ ജീവിതം വളരെ തുച്ഛമാണ്. വളരെ കുറഞ്ഞ ഒരു നാളത്തെ ജീവിതം കൊണ്ട് അല്ലാഹു നമുക്ക് നൽകുന്നത് അനശ്വരമായ ഒരു സ്വർഗമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ഒരു ലക്ഷ്യം, ഖുതുബയുടെ ആമുഖമായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി, ഒരു യാത്രക്കാരൻ വെറുതെ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് പോവുകയില്ല. ഒരു യാത്രക്കാരൻ തിരുവനന്തപുരത്ത് നിന്ന് ദുബൈയിലേക്ക് വെറുതെ പോവുകയില്ല. ആ യാത്രക്കൊരു ലക്ഷ്യമുണ്ട്. അതുപോലെ പ്രിയമുള്ള വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം അള്ളാഹുവിന്റെ സ്വർഗം നേടലാണ്, അവന്റെ തൃപ്തി നേടലാണ്. മരണപ്പെടുമ്പോ ഭയവിഹ്വലതകളില്ലാതെ സമാധാനത്തോടുകൂടി അള്ളാഹുവിലേക്ക് യാത്ര പറയണമെങ്കിൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഈ തുച്ഛമായ ജീവിതം അള്ളാഹുവിന്റെ പ്രീതിയിലും അവന്റെ പൊരുത്തത്തിലും ആ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ച ആ യഥാർത്ഥ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ആ നന്മയിലായി നമുക്ക് ജീവിച്ച് മരണപ്പെടാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരമൊരു ജീവിതം നയിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.